എനിക്ക് തോന്നുന്നു ഹിന്ദുത്വ ഭരണകൂടത്തിൻ്റെ ഇനിയുള്ള കാലത്തേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റായി അവർ കാണുന്നത് ഈ വഖഫ് ബില്ല് ഭേദഗതികളാണ്. എവിടെയുമുള്ള മുസ്ലിം ഓണർഷിപ്പിലുള്ള സ്ഥലങ്ങളെ, വഖഫിൻ്റെ കീഴിലുള്ള സ്ഥലങ്ങളെ തർക്കഭൂമിയാക്കി മാറ്റാം, സർക്കാരിൻ്റേതാണെന്ന് അവകാശവാദം ഉന്നയിക്കാം, അതിനെ ചൊല്ലി ഇത് ഫ്രീസ് ചെയ്ത് വെക്കാം, തീരുമാനം എടുക്കുന്നവരെ അത് സംഘർഷങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതപ്പോൾ അവർ ദീർഘകാല ഇൻവെസ്റ്റ്മെൻറ്റാണ്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് പരിപാടി പൊളിയുമോ എന്ന ആശങ്ക BJPയെ പിടികൂടിയിട്ടുണ്ടോ എന്ന് സ്വാഭാവികമായും സംശയിക്കണം. സുപ്രീം കോടതി ഈ ബില്ല് പരിശോധിക്കുന്നു. പൂർണ്ണമായും കോടതി ആ ബില്ലെടുത്ത് കളയാനുള്ള സാധ്യതയൊന്നുമില്ല. പക്ഷേ ആ ബില്ലിലെ ഇവർ കാണുന്ന പല്ലും നഖവും സുപ്രീം കോടതി അസ്ഥിരപ്പെടുത്തുമോ എന്ന ഭയപ്പാട് അവരെ ബാധിച്ചിട്ടുണ്ടാവണം. കാരണം അവർ ചില വ്യവസ്ഥകൾ കാണുന്നുണ്ട്. ആ വ്യവസ്ഥകൾ കൊണ്ടാണ് അവർക്ക് കുഴപ്പമുണ്ടാക്കേണ്ടത്. ആ വ്യവസ്ഥകൾ ഇല്ലാതാക്കിയ വഖഫ് ഭേദഗതി നിയമ ബില്ല് കൊണ്ട് അവർക്ക് രാഷ്ട്രീയമായി പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അത് അവരെ ഭയപ്പാടിലാക്കുന്നുണ്ടാവും. ഇപ്പോൾ 2017 അവർ ഗോവധ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന നിയമങ്ങൾക്കകത്ത് കോടതി ഇടപെടുന്നുണ്ട്. കോടതി അതിനകത്ത് ഇടപെടുമ്പോൾ ഇതേ നിഷികാന്ത് ദുബേമാർ പെഗാസസ് കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഇടപെടുമ്പോൾ അപ്പോൾ അവരുടെ രാഷ്ട്രീയ പദ്ധതികളെ എപ്പോഴൊക്കെ സുപ്രീം കോടതി ഡിസ്റ്റേബ് ചെയ്തിട്ടുണ്ടോ അപ്പോഴെല്ലാം കോടതിയെ നിശിതമായി വിമർശിച്ചു പോകുന്ന പാരമ്പര്യമുണ്ട്. ഈ നിഷികാന്ത് ദുബെ ഇതിന് മുമ്പും കോടതിയാണെന്ന് നോക്കാതെ, കോടതിയുടെ ഒരു അന്തസ്സ് പരിഗണിക്കാതെ കടുത്ത വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. പെഗാസസ് കേസിൽ അദ്ദേഹം പറഞ്ഞത് ഈ കോടതി രാഷ്ട്രീയ പ്രേരിതമായി ഇടപെടുന്നു എന്നാണ്. ഇതിനു മുമ്പ് BJPക്കാർ ഗോവധ നിരോധനത്തിൽ കോടതി ഇടപെട്ട സമയത്ത് കോടതി ഭൂരിപക്ഷത്തിൻ്റെ വികാരങ്ങളെ പരിഗണിക്കാതെ രാഷ്ട്രീയ പ്രേരിതമായ നിലപാട് സ്വീകരിക്കുന്ന വിമർശനം ഉന്നയിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ അങ്ങനെ പല കേസുകളിലായി എടുത്താൽ BJPയെ സംബന്ധിച്ച് അവരുടെ രാഷ്ട്രീയ പദ്ധതിക്ക് വിഘാതം ഉണ്ടാക്കുന്ന ഇടപെടൽ എപ്പോഴൊക്കെ കോടതി നടത്തുന്നോ അപ്പോഴെല്ലാം അവർ വിമർശനവുമായിട്ട് വരും. രണ്ടാമത്തെ കാര്യം ഇതെന്താണ്, ഈ കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കെ ഭരണകൂടത്തിൻ്റെ ആളുകൾ തെരുവിലിറങ്ങി നിന്ന് കോടതിക്കെതിരെ വലിയ ഗോഗ്വാവിളികൾ നടത്തുകയാണ്. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കില്ല ഇതിന് തീർപ്പുണ്ടാക്കാൻ പോകുന്ന ആളെന്ന് നമുക്ക് പറയാം. കാരണം അദ്ദേഹം അടുത്ത ആഴ്ച വിരമിക്കാൻ പോവുകയാണ്. ഇതിന് ശേഷം വരാൻ പോകുന്ന സുപ്രീം കോടതിയിലെ ജഡ്ജിമാർക്കുമുള്ള സന്ദേശം കൊടുക്കുകയാണ്. ഭരണകൂടം എന്താണ് ആഗ്രഹിക്കുന്നത്? ഭരണകൂടം ആഗ്രഹിക്കാത്ത വഴിയിലൂടെയാണ് ഇപ്പോഴത്തെ ജുഡീഷ്യറി പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വഴിയെ പോയാൽ നിങ്ങൾ പ്രയാസം അനുഭവിക്കും. ജുഡീഷ്യറിയും അവിടെ ഇരിക്കുന്ന ജഡ്ജിമാരും അനുഭവിച്ച പ്രയാസത്തിൻ്റെ കഥകൾ നമുക്ക് സമീപകാലത്ത് അറിയാം. അത് അങ്ങേയറ്റം പോയിട്ടുള്ളവയാണ്. അപ്പോൾ അതുകൊണ്ട് ഭരണകൂടത്തിൻ്റെ ഭാഗമായ ആളുകൾ ഉണ്ടാക്കുന്ന ബഹളങ്ങൾ മനുഷ്യരെ സ്വാധീനിക്കാൻ ശേഷിയുള്ള എന്തിനേയും അത് സ്വാധീനിക്കും. ആ ജുഡീഷ്യറിയെ സ്വാധീനിക്കില്ല എന്നും പറയാൻ കഴിയില്ല. ജുഡീഷ്യറിയെ സ്വാധീനിച്ച പല ഘട്ടങ്ങളുണ്ട് നമുക്കറിയാം. അപ്പോൾ സമ്മർദ്ദം ഉണ്ടാക്കി ഭയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഒന്ന് സമ്മർദ്ദം ഉണ്ടാക്കുക, രണ്ടാമത് ഇവർ അനുഭവിക്കുന്ന ഒരു ടെൻഷനാണത്. അപ്പോൾ BJPയെ സംബന്ധിച്ച് BJPക്ക് സുപ്രീം കോടതിയോട് എപ്പോഴും അങ്ങനെ പരാതിയുള്ളവരല്ല. ബഹുഭൂരിപക്ഷം കേസുകളിലും അവർക്ക് അനുകൂലമായ വിധികളാണ് കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളത്. പൗരത്വ നിയമ ഭേദഗതി കാര്യത്തിൽ സംഭവിക്കുന്ന എന്താണ് നമ്മൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മളിതിനു മുമ്പ് സംസാരിച്ചിട്ടുള്ള മുത്തലാഖ് കേസിൽ സംഭവിക്കുന്ന എന്താണെന്ന് നമ്മൾ കാണുന്നുണ്ട്. ഈ എന്താണ് PMLA ആക്ടിൽ സംഭവിച്ചത് എന്താണെന്ന് കാണുന്നുണ്ട്. PMLA ആക്ടിലൊക്കെ ഗുരുതരമായ ഭരണഘടനാ വിരുദ്ധതകളുണ്ട്. പക്ഷേ അതിനെല്ലാം താഴെ ഒപ്പിട്ട് കൊടുത്ത ഖാൻവിൽക്കർമാരെ നമ്മൾ കണ്ടിട്ടുണ്ട് സുപ്രീം കോടതിയിൽ നിന്ന്. അപ്പോൾ എന്താണോ BJP ആഗ്രഹിക്കുന്നത്, പല കേസുകൾ അവർക്ക് ആഗ്രഹിക്കുന്നത് വന്നതാണ്. ബാബരി മസ്ജിദ് കേസിൽ സംഭവിച്ചതെന്നാണ് നമുക്കറിയാം. അതിലെ ഭൂമി തർക്ക കേസിൽ സംഭവിച്ചതെന്താണ്, അതിലെ ഈ പള്ളി ഡിമോളിഷൻ എന്ന് പറയുന്ന ക്രിമിനൽ ആക്ടിൽ സംഭവിച്ചതെന്നാണ് നമുക്കറിയാം. അതിലെല്ലാം BJPക്കും BJPയുടെ രാഷ്ട്രീയത്തിനും അനുഭാവപൂർണ്ണമായ സമീപനമാണ് കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളത്. അതിന് വല്ലപ്പോഴും എതിരായി സംഭവിക്കും. ഈ രാജ്യം മുഴുവൻ ഞങ്ങളുടേതാണ്, സംവിധാനങ്ങൾ മുഴുവൻ ഞങ്ങളുടേതാണ്, ഞങ്ങളുടെ ഇച്ഛയ്ക്കനുസൃതമായാണ് സകലതും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത്, നീങ്ങേണ്ടതെന്ന് വിചാരിച്ചിരിക്കെ ചില സന്ദർഭങ്ങളിലൊക്കെ ഭരണഘടനയുടെ ശബ്ദം കേൾക്കുന്നു, ഭരണഘടനയുടെ ആത്മാവിൻ്റെ ഞരക്കം കേൾക്കുന്നത് BJPയെ ഡിസ്റ്റേബ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന്, ജുഡീഷ്യറിയെ ഭീഷണിപ്പെടുത്തുകയാണ്. BJP അതിനെ ഡിസോൺ ചെയ്യുന്നു, ഞങ്ങളതിനെ അംഗീകരിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും കർശനമായ നിലപാടൊന്നും BJPക്ക് ഇല്ല. അപ്പോൾ ഇത് കൊളീജിയം കേസുമായി ബന്ധപ്പെട്ടും BJP എടുത്തിട്ടുള്ള പൊസിഷൻ നമ്മൾ കണ്ടതല്ലേ. ഉള്ള തർക്കത്തിനകത്ത് എങ്ങനെയാണ് സുപ്രീം കോടതിയെ മന്ത്രിമാരടക്കമുള്ള ആളുകൾ, ഇപ്പോഴത്തെ റിജിജു വന്ന നിയമമന്ത്രിയാണ്, എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് കണ്ടാണ്. അപ്പോൾ അങ്ങനെ സുപ്രീം കോടതി ഒരു പരിപാവനമായ ഭരണഘടനാ സംവിധാനമാണ്. അതിനെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു മാന്യതയുണ്ട്, ഒരു അന്തസ്സുണ്ട്. അത് BJPയുടെ ഒരു ഘടകമൊന്നുമല്ല. അത് അറിയാവുന്നതുകൊണ്ടാണ് നിഷികാന്ത് ദുബെമാരും ജഗദീപ് ധൻഖഡുമാരും ഒക്കെ ഇറങ്ങിയെന്ന് ഒച്ച വയ്ക്കുന്നത്. ഇത് നമ്മുടെ ജനാധിപത്യ സംവിധാനം, നമ്മുടെ ഭരണഘടനാ സംവിധാനം നേരിടുന്ന വെല്ലുവിളി എന്തുമാത്രം വലുതാണെന്നതിൻ്റെ അപകടകരമായ സൂചന തരുന്നുണ്ടെന്നാണ് ഞാൻ പറയാം.